ആദ്യത്തെ 13 ബോളിൽ നിന്നും 21 റൺസ്, പിന്നീടുള്ള 20 ബോളുകളിൽ നിന്നും 72 റൺസ്. നിങ്ങൾ വിചാരിക്കും ഇത് ക്രിക്കറ്റോ അല്ലെങ്കിൽ സ്റ്റിക്ക് ക്രിക്കറ്റോ വല്ലതും കളിച്ചായിരിക്കും. അല്ല, ഈ ഇന്നിങ്സ് കളിച്ചിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റനായ രജത് പത്തീദാറാണ്. കളിച്ചത് ക്വാളിഫയർ 1 എന്ന ഇമ്പോർട്ടൻറ്റ് മത്സരത്തിലാണ്. IPL ലീഗ് ഘട്ടം കഴിഞ്ഞ് ക്വാളിഫയർ 1ലേക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിച്ചപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന മത്സരമായിരുന്നു വന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യം ബാറ്റ് ചെയ്തു. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ലോകോത്തര ബോളിംഗ് ആണ് ഫേസ് ചെയ്യുന്നത്. എന്താ പറയുക, അതായത് രജത് പത്തീദാർ ജസ്റ്റ് ടോൾ ദ ഷോ. 33 പന്തിൽ നിന്നും 93 റൺസ്, അതിൽ 9 കൂറ്റൻ സിക്സറുകൾ, 2-3 സിക്സൊക്കെ കണ്ട് കോഹ്ലിയൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വായും പൊളിച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. 5 4 ഇതാണ് രജത് പത്തീദാറിൻ്റെ ബൗണ്ടറി കൺവേർഷൻ എന്ന് പറയുന്നത്. അതിൽ ഓർക്ക് വളരെ സ്ലോ സ്റ്റാർട്ടാട്ടോ. തുടക്കത്തിലേക്ക് 13 ബോളിൽ 21 റണ്ണേ ഉള്ളൂ. വളരെ സ്ലോ സ്റ്റാർട്ടെന്ന് പറഞ്ഞാൽ സ്ലോ സ്റ്റാർട്ടാണ്. പക്ഷേ പിന്നെ അങ്ങോട്ടൊരു ഹനുമാൻ ഗിയറിന് മേളിൽ പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. 20 ബോളിൽ 72 റണ്ണെന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഹിറ്റ് എ ബൗണ്ടറി എവറി ബോൾ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ 18x4 72. ഇത് 20 ബോളിൽ 72 റണ്ണ് അടിച്ചു വെച്ചേക്കാണ്. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് രജത് പത്തീദാറിന് കിട്ടേണ്ട അളവിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഭാഗമുണ്ടാവണം, ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുവാണ്. ഇപ്പോൾ രജത് പത്തീദാർ മുടിയൊക്കെ നീട്ടി വളർത്തി ധോണി സ്റ്റൈലാണോ അതോ ദുരന്തറിലെ രൺവീർ സിംഗ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയൊക്കെ നിൽക്കുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാഹുൽ തെവാട്ടിയ കളിച്ചില്ലായിരുന്നെങ്കിൽ ടെസ്റ്റ് മത്സരം പോലെ ആയിപ്പോയത്. ഇത് ഫോളോ ഓണൊക്കെ എടുക്കേണ്ട അവസ്ഥ ഗുജറാത്ത് ടൈറ്റൻസിൽ വന്നത്. അത്രയും മോശം അവസ്ഥയിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസിനെ കൊണ്ട് എത്തിച്ചിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നുള്ളത് വേണം പറയാൻ. ഗംഭീരമായ കളിയായിരുന്നു. അൺഡൗട്ടഡ്ലി രജത് പത്തീദാർ ഷോ ആയിരുന്നു. അതായത് നമ്മൾ ഹൈലൈറ്റ്സ് കാണുന്ന പോലെയായിരുന്നു ആ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഈച്ച് ബോൾ സെക്കൻഡ് ഫേസ് ഓഫ് ഹിസ് ഇന്നിങ്സ് വാസ് കംപ്ലീറ്റ്ലി അങ്ങനെ അടിച്ചു കളിക്കുകയായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സോ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് രജത് പത്തീദാറിനെ ഇന്ത്യൻ T20 ടീമിലേക്ക് എടുക്കണം എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. ദേ കിടക്കുന്നു. ഇവിടെ ഇപ്പോൾ ടാലൻസിനെ കാരണം തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ത്യൻ ടീം നിൽക്കുന്നത്. ഇത് തിരിഞ്ഞാലും ടാലൻസ്, ഒരാളെടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നം, ഇവിടെ എടുത്തില്ലെങ്കിൽ അവിടെ പ്രശ്നം, അയാൾ തിളങ്ങിയില്ലേ പിന്നെ എന്തുകൊണ്ട് എടുക്കുന്നില്ല. അതിനിടയിൽ വൈഭവ് സൂര്യവംശി പ്രായപൂർത്തിയായെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വരികയും വേണം. അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു 11 പേര് വെച്ച് കളിക്കാനും പറ്റും. ഞാൻ പറയുന്നത് 2 ടീമാക്കണം ഇന്ത്യൻ ടീം. 2 ടീമാക്കിയിട്ട് ചിലർ ഒരു ടൂറിൽ വിടണം, ചിലർ വേറൊരു ടൂറിൽ വിടണം. അപ്പോൾ പ്രശ്നമില്ല. ഇതല്ലാതെ വേറെ വഴിയില്ല. അത്രയ്ക്ക് ടാലൻസ് നിൽക്കുന്ന ഒരു ഇന്ത്യൻ ടീമാണ് നിലവിൽ നിൽക്കുന്നത്. എന്താ ചെയ്യാൻ പറ്റുക? സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വരാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വരുമ്പോഴേക്കും എന്താ പറയാനുള്ളത്, ഫൈനലിലേക്ക് കടന്നു. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജയിക്കുകയായിരുന്നു. 18 വർഷത്തെ അവരുടെ സ്വപ്നം അങ്ങനെ വന്നു, കാത്തു സൂക്ഷിക്കുന്ന രീതിയിലേക്ക് മാറി. ഈ സാല കപ്പ് നമ്മുടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ സീസണും ജയിച്ച് ഇപ്പോൾ ഫൈനലുമായി. കപ്പില്ല എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ആ ഫ്രാഞ്ചൈസ് അട്ടിപ്പിച്ചത് ആ ഫൈനലിലെത്തി. യെസ്, അതിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഈ സീസണിൽ പുതിയ ഓണേഴ്സൊക്കെയാണ് വാങ്ങിച്ചത്. അവർക്കൊക്കെ നല്ല ഫട്ടാഫട്ട് കോൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തവണ ഈ സീസണിലും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്തീദാറിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മികച്ച കളിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. വിരാട് കോഹ്ലി 43 റൺസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് നിലംപരിശാക്കിയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞ മത്സരം ത്രില്ലിംഗ് ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ 2 ഒപ്പോണൻസ് തമ്മിലുള്ള ത്രില്ലിംഗ് ഫൈറ്റൊന്നും കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നില്ല. സിംഗിൾ ഹാൻഡഡ്ലി RCB ജയിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. സോ അതാണ് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായത്. ഇപ്പോൾ രജത് പത്തീദാർ T20 ടീമിലേക്ക് തിരികെ വരണമെന്നുള്ളതാണ് ആരാധകരുടെ ആവശ്യം. ഫുൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും അതുതന്നെയാണ്. പകരം മാറ്റി നിർത്തണം എന്ന് പലരെയും ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരാൾ എന്ന് പറയുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മയെ ഒഴിവാക്കി. തിലക് വർമ്മയ്ക്ക് ടൈമിംഗ് കിട്ടുന്നില്ല, തിലക് വർമ്മയെ കളിക്കാൻ കഴിയുന്നില്ല. തിലക് വർമ്മയെക്കാളും സ്ട്രൈക്ക് റേറ്റ് കൂടുതലായിട്ട് രജത് പത്തീദാറിന് കൺവേർട്ട് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തിലക് വർമ്മയെ മാറ്റിയിട്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡറെ മാറ്റിയിട്ട് രജത് പത്തീദാർ എന്ന റൈറ്റ് ഹാൻഡറിനെ ടീമിലേക്ക് ഇടൂ എന്നുള്ളതാണ് പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വരുന്നത്. അതായത് സെലക്ടേഴ്സിനാണ് തലവേദന. ഓരോരുത്തരും ഇങ്ങനെ കളിക്കുകയും ചെയ്യും. ആരെയൊക്കെ ടീമിലെടുക്കണം എന്നുള്ള അവസ്ഥ ഇപ്പോൾ സെലക്ടേഴ്സിന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.